Hello, beautiful humans and parents. ഈ വീഡിയോ ഈ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ പാരൻസ് ആണ്. എൻ്റെ കൂടെ ഈ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. ആൻഡ് മൂപ്പരെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബേബിനെ കൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അവരുടെയൊക്കെ കുട്ടികൾ 5ഉം 6ഉം വയസ്സായപ്പോൾ തന്നെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കില്ല, വാരി കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം കഴിപ്പിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ താഴെ വരുന്ന മെസ്സ് ക്ലീൻ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം കുട്ടികൾ എപ്പോഴും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അവർക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്സ്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി അത് ഗ്രാബ് ചെയ്യും, പിടിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, വായിലേക്ക് വെക്കും ചെയ്യും, താഴെ ഇടും ചെയ്യും, കളിക്കും ചെയ്യും, എല്ലാം ചെയ്യും. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വായിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരതും ചെയ്യും കാലത്തിൽ. പിന്നെ അവർ ഭക്ഷണം വായിലേക്ക് വെക്കാനാണ്, ഈ ഹൈ ചെയർമനിൽ എന്നെ ഇരുത്തുന്നത് ഫീഡ് ചെയ്യാനാണ്, ഈ പ്ലേറ്റ് എൻ്റെ പ്ലേറ്റാണ്, അതിൽ വെക്കുന്ന ഫുഡ് എനിക്ക് കഴിക്കാനുള്ളതാണ് എന്ന് പതിയെ അവർക്ക് കുറച്ച് മാസങ്ങളും വയസ്സും ഒക്കെ കൂടുന്നതിനനുസരിച്ച് അവർ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മുതിർന്ന ആൾക്കാർക്കുള്ള അത്രയും ബുദ്ധിയും ഇവരും അവർക്കില്ല. അതുകൊണ്ട് തന്നെ താഴെ വേസ്റ്റൊന്നും ആക്കാതെ മെസ്സൊന്നും ആക്കാതെ കഴിക്കണമെന്നോ, റൈറ്റ് ഹാൻഡ് വെച്ച് കഴിക്കണമെന്നോ, വെജിറ്റബിൾസ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ചോറ് കഴിക്കണമെന്നോ ഇതൊന്നും അവർക്കറിയില്ല. നമ്മൾ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ മാത്രമേ അവർക്കറിയുള്ളൂ. അപ്പോൾ പതിയെ അവർക്ക് അതിനുള്ള ചാൻസ് കൊടുത്തിട്ട് അവർക്ക് അതിനുള്ള എക്സ്പോഷർ കൊടുത്തിട്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ഞാൻ ചെയ്തത്. സോ നിങ്ങൾക്കും അങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ എത്രത്തോളം ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നു അത്രത്തോളം ബെറ്ററായിട്ട് അവർക്ക് ആ ഒരു സ്കില്ലിൽ വരാൻ പറ്റും എന്നുള്ളതാണ്. സോ ഹാപ്പി ലേണിംഗ്. നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം എങ്ങനെയാണ് ഈ ഒരു റൂട്ട് സർവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ രസമായിട്ട് ലീഡ് ചെയ്യുന്നത് എന്നെല്ലാം ഉള്ളതിനെ പറ്റിയിട്ട്. സോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയ കാര്യമാണ് ഒന്ന് ഈ ഹൈ ചെയർ, അതുപോലെ തന്നെ സെക്ഷൻ പ്ലേറ്റ്, പിന്നെ ഈ ഡ്രസ്സിലും മേലൊന്നും ആവാതിരിക്കാനുള്ള ഈ ഒരു ആപ്രോൺസ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇതിനകത്തും ഈ ആപ്രോൺ ഇടാറില്ല. അവൻ കൺവീനിയൻ്റ് അല്ല, പക്ഷേ ദാറ്റ്സ് ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്.